എല്ലാവർക്കും നമസ്കാരം. മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നാം പോകുന്നത് ഹൈദരാബാദിലെ അത്ഭുതകരമായ വിനോദ കേന്ദ്രമായ സ്നോ വേൾഡിലേക്കാണ്. ചൂടേറിയ ഹൈദരാബാദിൽ മൈനസ് താപനിലയിൽ മഞ്ഞ് വീഴുന്നത് കാണാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാണ് ഈ സ്നോ വേൾഡിന്റെ പ്രത്യേകത. ഇവിടെ പ്രവേശിച്ചാൽ യഥാർത്ഥ മഞ്ഞിന്റെ ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. -5 °C വരെ തണുപ്പിൽ മഞ്ഞു പൊഴിയും. അതിനൊപ്പം സ്നോ സ്ലൈഡ്, ഐസ് സ്കേറ്റിംഗ്, സ്നോ ഡാൻസ് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. മുതിർന്നവർക്ക് 700 രൂപയും കുട്ടികൾക്ക് 550 രൂപയുമാണ് ഇവിടെ വരുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു മനോഹരമായ വിനോദ കേന്ദ്രമാണ് ഇത്. സ്നോ വേൾഡിൽ പ്രവേശിക്കുന്നവർക്ക് ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂസ് തുടങ്ങിയ എല്ലാ തണുപ്പ് വസ്ത്രങ്ങളും പാർക്ക് തന്നെയാണ് നൽകുന്നത്. അതിനാൽ തണുപ്പിനെ കുറിച്ച് ആശങ്ക വേണ്ട. 1 മണിക്കൂർ ദൈർഘ്യമുള്ള സെഷനുകളായി പ്രവേശനം ലഭിക്കും. മഞ്ഞിന്റെ മായിക ലോകത്തിൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൈദരാബാദിലെ ഈ സ്ഥലം മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. ഹുസൈൻ സാഗർ തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ സ്നോ വേൾഡ് ഹൈദരാബാദിൽ സന്ദർശിക്കേണ്ട പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇവിടെ പോകുന്നവർ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഉണ്ട് കേട്ടോ. അകത്ത് താപനില -5 വരെ താഴെയായതിനാൽ ചിലർക്ക് തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ശ്രദ്ധ ഇവിടെ വേണം. അതുപോലെ തന്നെ മഞ്ഞ് നിറഞ്ഞ നിലം സ്ലിപ്പ് ചെയ്യാനും സാധ്യത ഉള്ളതിനാൽ ഓടാതിരിക്കുക. ശ്രദ്ധയോടെ ഇവിടെ നടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്മ, ഹൃദ്രോഗം, പ്രഗ്നന്റ് ആയവർ അല്ലെങ്കിൽ തണുപ്പിനോട് പ്രതികൂലമായ ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് അകത്ത് കൂടുതലായി സമയം ചെലവിടുന്നത് ഒഴിവാക്കണം. അവിടെ നിങ്ങൾക്കും പോവാൻ ആഗ്രഹമുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ ചെയ്യാനും മഹാരാവണൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.